കോഴിക്കോട് കട്ടിപ്പാറയിൽ അധ്യാപികയുടെ ആത്മഹത്യയിൽ താമരശ്ശേരി രൂപത കോർപ്പറേറ്റ് സ്കൂൾ മാനേജ്മെന്റിനെതിരെ അധ്യാപികയുടെ കുടുംബം സ്ഥിര നിയമനത്തിനുള്ള രേഖകൾ സമർപ്പിക്കുന്നതിൽ സ്കൂൾ മാനേജ്മെന്റിന് വീഴ്ച വരുത്തിയതിനാലാണ് മകൾക്ക് ശമ്പളം ലഭിക്കാതായതെന്ന് അധ്യാപികയുടെ പിതാവ് ബെന്നി മീഡിയ വണ്ണിനോട് പറഞ്ഞു. അധ്യാപികയ്ക്ക് 3000 രൂപ സ്റ്റൈപ്പൻഡ് നൽകിയത് അധ്യാപകർ ചേർന്നാണെന്ന വിവരവും പുറത്തുവന്നു. സംഭവത്തിൽ റിപ്പോർട്ട് തേടിയതായി വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. അധ്യാപികയുടെ സ്ഥിര നിയമനത്തിന് മാനേജ്മെന്റ് ഇടപെട്ടിരുന്നുവെന്നും സർക്കാർ നടപടികൾ വൈകിയതാണ് പ്രശ്നമായതുമെന്നാണ് സ്കൂൾ മാനേജ്മെന്റ് വിശദീകരിച്ചിരിക്കുന്നത്. ഇതിനെ പൂർണ്ണമായി തള്ളുകയാണ് അധ്യാപിക അലീനയുടെ കുടുംബം. വീഴ്ച മാനേജ്മെന്റിന്റേത് തന്നെയാണെന്ന് പിതാവ് ബെന്നി ആരോപിക്കുന്നു. കോർപ്പറേറ്റ് മാനേജർ പല ആവശ്യങ്ങളും വിളിക്കാറുണ്ട്. ഒരു ഫോൺ പോലും എന്നെ വിളിച്ചില്ല. ഞാൻ എന്ത് ഉപദ്രവ ചെയ്തത്? ഒന്ന് വിളിക്കാനുള്ള മാനസികാവസ്ഥയില്ലാത്തത് ഇദ്ദേഹം എന്തിനാ കോർപ്പറേറ്റ് മാനേജറായിട്ട് തുടരുന്നത്? ഇത്രയും കാലം 100 രൂപ പോലും ശമ്പളമായിട്ട് ഒന്നും കിട്ടിയിട്ടില്ല. എന്നിട്ട് സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നു. സർക്കാരിന് കൊടുക്കുന്ന രേഖകളൊക്കെ കൃത്യസമയത്ത് കൊടുത്തെങ്കിലല്ലേ ഉദ്യോഗസ്ഥന്മാർ ചെയ്യുള്ളൂ. അലീനയ്ക്ക് മാസം സ്റ്റൈപ്പൻഡ് നൽകിയത് മാനേജ്മെന്റാണെന്ന വാദം സഹാധ്യാപകരും തള്ളി. അധ്യാപകർ ചേർന്ന് 3000 രൂപ അലീനയ്ക്ക് നൽകുകയായിരുന്നുവെന്നും അവർ വ്യക്തമാക്കി. സംഭവത്തിൽ വിദ്യാഭ്യാസ ഡയറക്ടറോട് വിദ്യാഭ്യാസ മന്ത്രി റിപ്പോർട്ട് തേടി. മാധ്യമങ്ങളുള്ള വിവരങ്ങൾ മാത്രമാണ് ഉള്ളത്. കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ ഡയറക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ടീച്ചറിന്റെ കുടുംബത്തോടുള്ള അഗാധമായ ദുഃഖവും രേഖപ്പെടുത്തി. അധ്യാപികയുടെ ആത്മഹത്യയ്ക്ക് ഉത്തരവാദികളായവരെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ അധ്യാപക സംഘടനകൾ താമരശ്ശേരി AE ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഇല്ലാത്ത തസ്തികയിലേക്കാണ് അധ്യാപികയെ ആദ്യം നിയമിച്ചതെന്നും 6 മാസം മുൻപ് മാത്രമാണ് ഒഴിവുള്ള തസ്തികയിൽ അധ്യാപികയെ നിയമിച്ചതെന്നുമാണ് വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചന. മീഡിയ 1 കോഴിക്കോട്.